ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇപ്പോൾ കറൻ്റ്ലി നിങ്ങൾ ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ ആയിരിക്കും നമ്മുടെ എയർലൈനൊക്കെ ഡിലേ ആവുന്നുണ്ട്. അതുപോലെ വിൻഡോസിൽ വന്നൊരു എറർ കാരണം നമ്മളെ ഈ ബാങ്കിങ് സെക്ടർ അതുപോലെ എയർലൈൻ ഇൻഡസ്ട്രീസ് ഒക്കെ കംപ്ലീറ്റ്ലി ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെന്താണ് സംഭവിക്കുന്നത്, എന്താണ് ഇപ്പോൾ കറൻ്റ്ലി ആ ഒരു ഇഷ്യൂ എന്താണ് സംഭവിച്ചത്, വിൻഡോസ് എന്താണ് ആ ഒരു എറർ കാര്യങ്ങളൊക്കെ വന്നത് എന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഞാൻ 19th ജൂലൈ 2024 ആണ്. ഇന്നാണ് ഈ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വൈഡായിട്ട് നമ്മളിപ്പോൾ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസും അവർ പുറത്ത് വിട്ടുള്ള ഇൻഫോർമേഷൻസും കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. പിന്നീട് ഇനിയേ നമുക്ക് പ്രോപ്പറായിട്ട് ഇതിൻ്റെ എക്സ്പ്ലനേഷനും എന്താണ് ഇഷ്യൂസ് എന്നൊക്കെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു ടൈമിൽ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ എനിക്ക് കിട്ടിയ ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ വച്ചിട്ട് ഇപ്പോൾ അവർ പുറത്ത് വിട്ട ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ വച്ചിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ ടൈം കളയാതെ നമുക്ക് എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഇത് വന്നത് എന്നുള്ള കാര്യത്തിലോട്ടൊക്കെ പോവാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞ് ഇപ്പോൾ വൈഡ്ലി മിക്ക വിൻഡോസ് സിസ്റ്റത്തിലും എഫക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ എറർ. ഇത് എന്താ സംഭവം വെച്ചാൽ ബൂട്ടായി വരുന്ന ടൈമിൽ ഈ ഒരു എറർ മെസ്സേജ് ആയിരിക്കും കാണിക്കുന്നത്. അതുപോലെ റീസ്റ്റാർട്ട് മൈ PC എന്നൊക്കെ പറഞ്ഞിട്ടൊരു എറർ മെസ്സേജ് ഈ ഒരു രീതിയിൽ ഒരു ബ്ലൂ സ്ക്രീൻ വന്നിട്ടാണ് കാണിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് എന്ന ഇഷ്യൂ എന്ന് ഇതിനെ പറഞ്ഞത്. ഇത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇഷ്യൂ കാരണം വേൾഡ് വൈഡായിട്ട് ബാങ്കിങ് ഇൻഡസ്ട്രി, എയർലൈൻസ്, അതുപോലെ TV ബ്രോഡ്കാസ്റ്റിംഗ്, സൂപ്പർ മാർക്കറ്റ്സ്, അതുപോലെ ഒരുപാട് ബിസിനസ് ഈ ഒരു എറർ കാരണം എഫക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കറൻ്റ്ലി നമ്മുടെ ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഡിലേ ആവുന്നുണ്ട്, ഓൺലൈൻ ആയിട്ടുള്ള ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ പാസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, അതുപോലെ ബാങ്ക് ട്രാൻസാക്ഷൻ ഒന്നും നടക്കുന്നില്ല, അങ്ങനെ കുറേ ഇഷ്യൂസ് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി വിൻഡോസിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ ഈ ഒരു ക്ലൗഡ് സ്ട്രൈക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പാർട്ടിയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്ലൗഡ് സ്ട്രൈക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറിൽ അവർ ചെയ്തൊരു അപ്ഡേറ്റിൻ്റെ എറർ കാരണമാണ് ഇപ്പോൾ കംപ്ലീറ്റ്ലി ഈ ഒരു ഇഷ്യൂ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ക്ലൗഡ് സ്ട്രൈക്ക് എന്താണെന്ന് പറഞ്ഞുതരാം. ക്ലൗഡ് സ്ട്രൈക്ക് നമ്മുടെ ഈ ഒരു വിൻഡോസുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഫേമാണ്. ആക്ച്വലി ഇത് AI പവേർഡ് ആയിട്ട് ക്ലൗഡ് ബേസ്ഡ് AI ആൻഡ് മെഷീൻ ലേണിംഗ് യൂസ് ചെയ്തിട്ട് റിയൽ ടൈമായിട്ട് നമ്മുടെ വൾനറബിലിറ്റീസും അതുപോലെ ഡേറ്റ ബ്രീച്ചസ്, റാൻസം വയർ അറ്റാക്സ്, ഇതിൽ നിന്നൊക്കെ റിയൽ ടൈമായിട്ട് അറ്റാക്കിനെ ഡിറ്റക്റ്റ് ചെയ്യുകയും അതിനെ പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നൊരു സോഫ്റ്റ്വെയർ ആണ്. ഈ ഒരു തേർഡ് പാർട്ടി ആയിട്ട് വിൻഡോസ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ ക്ലൗഡ് സ്ട്രൈക്ക്. അപ്പോൾ ഈ ഒരു ക്ലൗഡ് സ്ട്രൈക്കിൽ അവർ ചെയ്തൊരു അപ്ഡേറ്റിൻ്റെ പാർട്ടായിട്ടാണ് ഇപ്പോൾ കറൻ്റ്ലി ഈ ഒരു വിൻഡോസിൽ ഈ ഒരു എററും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ വിൻഡോസിൻ്റെ സൈഡിൽ നിന്നുള്ള എററല്ല, അവർ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഈ ക്ലൗഡ് സ്ട്രൈക്കിൻ്റെ പാർട്ടായിട്ടുള്ള എററാണ് ഇതൊക്കെ ഉണ്ടാവാനുള്ള റീസൺ. അപ്പോൾ അവർ തന്നെ ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈ ക്ലൗഡ് സ്ട്രൈക്കുകാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അവരെ പാർട്ടിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വിൻഡോസിന് ഇപ്പോൾ ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ക്ലൗഡ് സ്ട്രൈക്ക് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഈ ഒരു എററും കാര്യങ്ങളും ഈ ഒരു ഇഷ്യൂ സോൾവ് ആവത്തുള്ളൂ. അപ്പോൾ അവരുടെ പാർട്ടായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതുപോലെ ഇപ്പോൾ ഇത് കാരണം ഒരുപാട് ഇൻഡസ്ട്രീസും കാര്യങ്ങളൊക്കെ അഫക്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ അവർ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ കറൻ്റ്ലി ലേറ്റസ്റ്റ് ആയിട്ട് അവരൊരു അപ്ഡേറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു എറർ മെസ്സേജ് അവർ തന്നിട്ടുണ്ട്. ലൈക്ക് ഈ ഒരു എറർ മെസ്സേജ് മുമ്പേ വന്നിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴാണ് വൈഡായിട്ട് ഇപ്പോൾ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇത് അവർ പബ്ലിഷ് ചെയ്തത് ജൂലൈ 18 ഇന്നലെയാണ് അവർ ഈ ഒരു ഈ ഒരു ക്രാഷിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്ത് സ്റ്റെപ്പ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ഉൾപ്പെടുത്തിയൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അവർ സമ്മറി തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ ഇതിനെപ്പറ്റി അവെയറാണ്. അതുപോലെ അവരുടെ ഫാൽക്കൺ സെർവർ റിലേറ്റഡ് ഒരു ഇഷ്യൂ ആണ് ഇത് സംഭവിച്ചതെന്നുള്ള ഡീറ്റെയിൽസും, അതുപോലെ നമ്മൾ കറൻ്റ്ലി എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത്, അങ്ങനെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴാണ് കറൻ്റ്ലി ഈ ഒരു
ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഇന്നലെയൊക്കെ UK അവിടെ മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി ഡീറ്റെയിൽ ആയിട്ട് ലൈക്ക് വേൾഡ് വൈഡായിട്ട് നെതർലാൻഡ്, അതുപോലെ UK, US അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഈ ഒരു ഇഷ്യൂ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ പാർട്ടായിട്ട് അവരും സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ നൗ ഈ ഒരു വീഡിയോ എടുക്കുന്ന ടൈം വരെ അവർ പ്രോപ്പറായിട്ട് ഈ ഒരു ഇഷ്യൂ സോൾവ് ചെയ്തിട്ടില്ല. സോ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി ഇവർ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്താണ് കാര്യം എന്നൊക്കെ. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അതുപോലെ ഇത് സംഭവം നമ്മുടെ സ്കൈ ന്യൂസ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രോഡ്കാസ്റ്റിംഗ് ചാനലാണ്, ലൈക്ക് ന്യൂസിൻ്റെ ചാനലാണ്. ഈ ഒരു ചാനലും ഇപ്പോൾ കറൻ്റ്ലി അവരുടെ ബ്രോഡ്കാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ ഒരു ഇഷ്യൂ കാരണം. അപ്പോൾ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് അറിയില്ല. അപ്പോൾ ഈ ഒരു ഇഷ്യൂ കാരണം ഇഷ്ടം പോലെ ബിസിനസ്സിന് നല്ല രീതിയിൽ തന്നെ ലോസ് വന്നിട്ടുണ്ട്. ഓൺലൈൻ ട്രാൻസാക്ഷൻ, ബിസിനസ് പരമായിട്ട്, ഈവൻ ഗവൺമെൻറ് വരെ ഇതിൽ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തുടങ്ങി. കാര്യം കംപ്ലീറ്റ്ലി അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ആ ഒരു മീറ്റിംഗ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെ ഉള്ളപ്പോൾ ഇനി എന്താണ് സംഭവിക്കുകയെന്ന് അറിയില്ല. മാക്സിമം അവർ ഇന്ന് തന്നെ ഈ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ ശ്രമിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അറിയില്ല നെക്സ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലോ ഇല്ലെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. സോ ഇത്രേ ഉള്ളൂ. നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക. പിന്നെ ഇതിനെപ്പറ്റി അറിയാത്ത ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൂടെയൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഇത്രേ ഉള്ളൂ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ബൈ.